സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അപ്പൊ നിങ്ങൾ എല്ലാവരും S3 എക്സാം ഒക്കെ കഴിഞ്ഞ് S4 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ മാത്സ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെ. S3 നമ്മൾ എന്താണ് മാത്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 കണ്ടു അല്ലെ. S1 ആയപ്പോ നിങ്ങൾക്ക് മാത്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 1 ഉണ്ടായിരുന്നു. S2 ആയപ്പോ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 2 ഉണ്ടായിരുന്നു. ആൻഡ് S3 ആയ സമയത്ത് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 ഉണ്ടായിരുന്നു. അപ്പോ S4ലേക്ക് വന്നപ്പോ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത്? മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് 4 ആണ് നിങ്ങൾക്ക് S4ലെ മാത്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു കോഴ്സ് ഈ ഒരു മാത്സ് പേപ്പറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്കിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ ഒരു പേപ്പർ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 4 ആണ് നമ്മുടെ പേപ്പർ അല്ലെ. നിങ്ങൾക്കറിയാം ഫസ്റ്റ് സെമ്മിൽ ആയപ്പോ അത് GAMAT 101 ആയിരുന്നു, സെക്കൻഡ് സെമ്മിൽ ആയപ്പോ അത് GAMAT 201, തേർഡ് സെമ്മിൽ അത് 301 ആൻഡ് ഫോർത്ത് സെമ്മിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അതെന്താണ് GAMAT 401 ആണ്. ഓക്കെ, നിങ്ങളുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് GAMAT 401 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ള മാത്സ് പേപ്പർ ആണ് GAMAT 401. ഓക്കെ, സോ ഇന്റേണൽ മാർക്ക് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് 40 മാർക്കിനാണ് ഇന്റേണൽസ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് 60 മാർക്കിനാണ് എക്സ്റ്റേണൽസ്. ഓക്കെ, 60 മാർക്കാണ് നിങ്ങൾക്ക് സാധാരണ റിട്ടേൺ എക്സാമിന് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് 60ഉം ആൻഡ് ഇന്റേണൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് 40 മാർക്കും ആണ്. ടോട്ടല് 40 മാർക്കാണ് എക്സ്റ്റേണൽ എക്സാം ടോട്ടല് 60 മാർക്കിനാണ് വരിക. ഇനി ക്രെഡിറ്റ്സ് 3 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ് ഏത്? നിങ്ങളുടെ ഈ മാത്സ് പേപ്പർ. ഓക്കെ, സാധാരണ എല്ലാ സെമ്മിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ. നിങ്ങളുടെ കോർ പേപ്പേഴ്സിനൊക്കെ 4 ക്രെഡിറ്റ്സും മാത്സ് പേപ്പറിന് മിക്ക സമയത്തും 3 ക്രെഡിറ്റ്സും തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലെ. സോ എക്സാം വരുന്ന സമയത്തൊക്കെ എന്താണ് 2 മണിക്കൂറിന്റെ എക്സാം ആണ് നിങ്ങൾക്ക് മാത്സിന് വരിക അല്ലെ. സോ ഈ ഒരു പേപ്പർ പഠിക്കാൻ നിങ്ങൾക്ക് വേറെ പ്രീറിക്വിസിറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, നിങ്ങളിപ്പോ കഴിഞ്ഞ സെമ്മിലെ മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ അറിയണമായിരുന്നു അല്ലെ. അതിന്റെ മുന്നത്തെ സെമ്മിലും ഡിഫറൻഷിയേഷനും ലിമിറ്റും ഒക്കെ അറിയണമായിരുന്നു. പക്ഷെ ഈ സെമ്മിലെ മാത്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ 3 സെമ്മുകളിലായിട്ട് പഠിച്ചു വന്ന് നിങ്ങൾ കുറെ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ ടെൻഷനായി ഇനി എന്തായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ ഈ സെമ്മ് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു സെമ്മ. ഗ്രാഫ് തിയറി പേപ്പർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ പ്രത്യേകിച്ച് ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ലോജിക് വൈസ് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഈ ഒരു മാത്സിന്റെ പേപ്പർ. ഓക്കെ, സോ ഇതിന് മുന്നേ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഒന്നും അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. ബേസിക് ആയിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ കാര്യങ്ങളും പിന്നെ കുറച്ച് ലോജിക്കും കാര്യങ്ങളും ഒക്കെ വേണം. അല്ലാതെ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒന്നും ഇതിന് അറിയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പിന്നെ ഇതൊരു തിയറി പേപ്പർ ആണ്, പ്രാക്ടിക്കൽ പേപ്പർ അല്ല അല്ലെ. മാത്സ് പേപ്പർ എന്തായാലും തിയറി പേപ്പർ ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ടോട്ടൽ എത്രയാണ്? 40 മാർക്കാണ് നിങ്ങൾക്ക് ഇന്റേണലിൽ കിട്ടുക. അതില് 5 മാർക്ക് അറ്റൻഡൻസിന് ആൻഡ് പ്രൊജക്റ്റിന് 15 മാർക്ക്, ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന് 10 മാർക്സും സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് 10 മാർക്സും. അങ്ങനെ ആണ് നിങ്ങളുടെ ഈ 40 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇന്റേണൽ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അറ്റൻഡൻസ് ഒന്നും കളയാതെ പ്രൊജക്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പ്രൊജക്റ്റ് ഒക്കെ മിക്കവാറും എന്തായാലും മാർക്ക് ഇട്ട് തരും. ഓക്കെ, സോ പ്രൊജക്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്ത് ഇന്റേണൽ എക്സാമിന് 2 എക്സാമിനും നല്ലതായിട്ട് മാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇന്റേണല് ഭയങ്കര വലിയ സീനൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഇന്റേണലിൽ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ സാധാരണ കഴിഞ്ഞ സെമ്മിലൊക്കെ ഉണ്ടായിരുന്ന മാത്സ് പേപ്പർ ബാക്കി പേപ്പറൊക്കെ പോലെ തന്നെയാണ് ഇതിന്റെയും എൻഡ് സെമിസ്റ്റർ എക്സാമിന്റെ പാറ്റേൺ. നമ്മുടെ എക്സാമിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്നയാ. പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും പറഞ്ഞിട്ട് 2 പാർട്ടായിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചിട്ടുണ്ടാവുക. സോ ഈ പാർട്ട് എയിൽ എന്താ? പാർട്ട് എയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? 8 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഉണ്ടാവുക. അതില് ഓരോ മൊഡ്യൂളിനും നമുക്ക് 4 മൊഡ്യൂൾ അല്ലേ ഉണ്ടാവുക. നിങ്ങൾക്ക് 24 സ്കീമിന്
മൊത്തം 4 മൊഡ്യൂൾ ആണ്. സോ ഈ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം എന്തുണ്ടാവും, നമ്മുടെ പാർട്ട് എയിൽ ഉണ്ടാവും അല്ലെ. സോ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിൽ നിന്നും 2 questions വീതം. ആൻഡ് അവിടെ എത്രയാണ്, ടോട്ടൽ ഓഫ് 8 questions ആണ് അല്ലെ. 4 മൊഡ്യൂളിൽ നിന്ന് ഓരോന്നും 2 വീതം. സോ മൊത്തം അവിടെ എത്ര questions ആണ് വരിക, 8 questions ഉണ്ടാവും. ആൻഡ് ഈച്ച് ക്യാരിങ് 3 marks. സോ ഓരോ ക്വസ്റ്റ്യനും, ഈ 8 ക്വസ്റ്റ്യനിലെ ഓരോ ക്വസ്റ്റ്യനും എത്രയാണ്, 3 മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യനും ഡിസ്ട്രിബ്യൂട്ട് ആവുക. ഓക്കെ, സോ നമ്മുടെ പാർട്ട് എ ടോട്ടലി എത്രയാണ്, 24 മാർക്ക്, 24 മാർക്സ് ആണ് പാർട്ട് എയിൽ ടോട്ടലി നിങ്ങൾക്ക് കിട്ടുക. ഇനി പാർട്ട് ബി നോക്കുകയാണെങ്കിലോ, പാർട്ട് ബി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓരോ മൊഡ്യൂളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് പാർട്ട് ബിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. 2 questions വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ ഓരോ മൊഡ്യൂളിൽ നിന്നും ആയിട്ട് നമുക്ക് എന്തുണ്ടാവും, 2 questions ഉണ്ടാവും അല്ലെ. ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ, അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഔട്ട് ഓഫ് വിച്ച് 1 question ഷുഡ് ബി ആൻസർ. സോ ഈ 2 ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ അതിന്റെ ഓറിന്റെ ആദ്യത്തെ പാർട്ടോ അല്ലെങ്കിൽ ഓറിന്റെ രണ്ടാമത്തെ പാർട്ടോ ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെയാണ് നമുക്ക് പേപ്പർ ഉണ്ടാവുക. ഇനി ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം ഓഫ് 3 subdivision. സോ ഇതിലെ ഈ ഓറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനോ സെക്കൻഡ് ക്വസ്റ്റ്യനോ ഒക്കെ എന്താണ്, സബ്ഡിവിഷൻസ് ഉണ്ടാവും. എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ഡിവിഷൻസ് മാക്സിമം 3 വരെ വരാം. ഓക്കെ, ഇനി ഈ ഓരോ ക്വസ്റ്റ്യനും ഈ മൊഡ്യൂൾ 1 നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ഓർ ആണെങ്കിലും സെക്കൻഡ് ഓർ ആണെങ്കിലും രണ്ടിനും എന്തായിരിക്കും, 9 മാർക്ക് വീതമാണ് ഉണ്ടാവുക. സോ നമ്മൾ ഫസ്റ്റ് ഓർ ആൻസർ ചെയ്താലും സെക്കൻഡ് ഓർ ആൻസർ ചെയ്താലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. സോ ഒന്ന് ആൻസർ ചെയ്താൽ തന്നെ നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് 9 മാർക്ക് കിട്ടും. അങ്ങനെ 4 മൊഡ്യൂൾസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ പാർട്ട് ബിക്ക് ടോട്ടൽ നമുക്ക് എത്ര മാർക്കാണ്, 4 into 9 = 36 മാർക്സ് ആണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അപ്പോ അങ്ങനെ 24ഉം 36ഉം കൂടെ ടോട്ടൽ 60 മാർക്സിന്റെ പേപ്പർ ആണ് നിങ്ങൾക്ക് സെം എക്സാമിന് വരിക അല്ലെ. നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഈ ഒരു പാറ്റേൺ അല്ലെ. നിങ്ങൾ ഇപ്പോ 3 സെമ്മിലെ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞതാ. സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വല്ലാണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, പരിചയമുള്ള ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് എന്താണ്, ഈ മൊഡ്യൂൾ അല്ല ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്, ഗ്രാഫ് തിയറി ആണ് അല്ലെ. ഗ്രാഫ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചത് ഫൊറിയർ അനാലിസിസ് അല്ലെ. ഫൊറിയർ അല്ല, നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത് പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു അല്ലെ. പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് സെക്കൻഡ് മൊഡ്യൂൾ ആയപ്പോഴേക്കും കണ്ടിന്യൂസ്, പിന്നെ റാൻഡം പ്രോസസ്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ സെമ്മിൽ. അതിന്റെ മുന്നത്തെ സെമ്മിലായപ്പോ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് അല്ലെ. ഇനി അതിന്റെ മുന്നേ ഫസ്റ്റ് സെമ്മിലായപ്പോ ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോ പക്ഷേ ഈ ഒരു സെമ്മില് ഗ്രാഫ് തിയറി ആണ്. സോ ഗ്രാഫ് തിയറി ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്ത ഒരു സംഭവമാണ് ഗ്രാഫ് തിയറി. ഓക്കെ, ജസ്റ്റ് നമുക്ക് കുറച്ച് ഗ്രാഫുകളെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ കുറച്ച് ആൽഗോരിതംസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഗ്രാഫ് തിയറി പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ കറക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾക്ക് ഗ്രാഫ് തിയറിക്ക് ഉള്ളത്. ഓക്കെ, ഗ്രാഫ് തിയറി വിത്ത് ആപ്ലിക്കേഷൻസ് ടു എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, നഴ്സിംഗ് ബിയോന്റെ ഗ്രാഫ് തിയറി വിത്ത് ആപ്ലിക്കേഷൻസ് ടു എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ബുക്ക് നിങ്ങൾക്ക് ഇതിന് എന്തുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഗ്രാഫ് തിയറിയിൽ മാക്സിമം മാർക്ക് 100 out of 100 തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ആണ് ഗ്രാഫ് തിയറി. ഓക്കെ, ഇനി പ്രിന്റിസ് ഹാളിന്റെ ആണ് പബ്ലിഷേഴ്സ്, എഡിഷൻ 1974 ഇറക്കിയ എഡിഷൻ ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന വേറെയും ഗ്രാഫ് തിയറിയുടെ ബുക്കുകൾ ഉണ്ട്. ഈ ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഡഗ്ലസ് ബി വെസ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് തിയറി സെക്കൻഡ് എഡിഷൻ നോക്കാം. അതുപോലെ റോബിൻ ജെ വിൽസന്റെ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞ ബുക്ക് നോക്കാം. ജെ ബോണ്ടി ആൻഡ് USR മൂർത്തിയുടെ ഗ്രാഫ് തിയറി വിത്ത് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഈ ബുക്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് തരും, ഗ്രാഫ് തിയറിന്റെ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ നോളജ് നിങ്ങൾക്ക് ഒന്നും കൂടെ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബുക്കൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോ നമ്മള്
എന്താണ് ഇനി ഓരോ മൊഡ്യൂളിലുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ശരിക്കും എന്താണ് ഗ്രാഫ് തിയറി? നിങ്ങൾ എന്തിനാണ് ഈ ഗ്രാഫ് തിയറി പഠിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ? കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികളാണ്. സോ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് മാത്സ് പഠിക്കുമ്പോൾ അതിൽ ഈ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പേപ്പർ നിങ്ങൾ പഠിക്കുന്നതെന്നാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലെ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോ ഗൂഗിൾ മാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, അതുപോലെ നമ്മുടെ ഏതൊക്കെയാ സ്വിഗ്ഗി, ഊബർ, ഇതിലെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടുത്തെ ഏതാണ്? നമ്മുടെ ഗ്രാഫ് തിയറി ആണ്. ഓക്കെ, ഇവരെല്ലാം തന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇങ്ങനത്തെ എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഗ്രാഫ് തിയറിയാണ്. ഇത്രയും നെറ്റ്വർക്ക്സിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? ഫുൾ സോഷ്യൽ നെറ്റ്വർക്ക്സും, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഉണ്ട്, മാപ്പിന്റെ നെറ്റ്വർക്ക്സ് ഉണ്ട് അല്ലെ? അങ്ങനത്തെ പല പല നെറ്റ്വർക്ക്സും അല്ലെ, പല പല നെറ്റ്വർക്ക്സും നമ്മുടെ ചുറ്റും ഉണ്ട് അല്ലെ? സോ ഈ നെറ്റ്വർക്ക്സിനെയൊക്കെ എഫിഷ്യന്റ് ആയിട്ട് അവിടെ കറക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് നമ്മൾ വിളിക്കുന്ന ആൾക്ക് കോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആ നെറ്റ്വർക്ക് കണക്ഷൻ കറക്റ്റ് ആവണം അല്ലെ? സോ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ട്രാൻസ്പോർട്ടേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ട്രെയിൻ പോകുന്ന സമയത്ത് പോലും ഒരു ട്രെയിൻ ഇതിലൂടെ വന്നിട്ട് വേറൊരു ട്രെയിൻ ഇപ്പുറത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ട്രെയിനും കൂടെ കൂട്ടി മുട്ടാൻ പാടില്ല അല്ലെ? സോ അങ്ങനെ ആ ഒരു സംഭവം പോലും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഗ്രാഫ് തിയറി അതിനെ കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യുന്നോണ്ടാണ്. ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കൂട്ടിമുട്ടില്ല, ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ഏതൊക്കെ ടവറിൽ നിന്ന് ഏതൊക്കെ ടവറിലേക്ക് സിഗ്നൽ പോകണം, നമുക്ക് കറക്റ്റ് ആയിട്ട് കോള് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സിഗ്നൽസിന്റെ ട്രാൻസ്മിഷൻ നടക്കണം, എങ്ങനെയൊക്കെയാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ, സോ ഈ ഫ്രണ്ട് സർക്കിളിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ രീതിയിലുള്ള പുതിയ സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് നമുക്കിപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ്, ആ സ്ഥലത്തുള്ള വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രാഫാണ്. ഈ ഗ്രാഫ് ആൽഗോരിതംസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇതിനെല്ലാം ബേസിക്കലി ചെയ്തു വെച്ചേക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അതിലേക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തപ്പം നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ആ സംഭവങ്ങളൊക്കെ എന്തായി ആയി വന്നു. സോ ഇതിന്റെ എല്ലാം ബേസിക് സ്ട്രക്ചർ ആണ് നമ്മളിപ്പം ഇവിടെ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഗ്രാഫ് തിയറി. ഓക്കെ, ഇത്രയും കാലം നിങ്ങൾ പഠിച്ച പേപ്പറിനെ പോലെ ഒന്നും അല്ല, സിമ്പിളാ അല്ലെ? ഇത്രയും കാലം പഠിച്ച പേപ്പർ കുറെ കാൽക്കുലേഷൻ ഒക്കെ വന്ന് നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻ ഒക്കെ വന്ന് അങ്ങനത്തെ പേപ്പറുകളായിരുന്നു. പക്ഷെ ഗ്രാഫ് തിയറി സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞി കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. കുറച്ച് തിയറംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താ, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തിയറംസും കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്, ഈ ഒരു പേപ്പറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അപ്പോ ഈ ഒരു വാട്സപ്പിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഒക്കെ ഉള്ളിൽ വരുന്ന ഇതിന്റെ എല്ലാം ഹിഡൻ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടുള്ള ഗ്രാഫ് തിയറി എന്ന് പറയുന്ന പേപ്പറാണ് നിങ്ങൾ പഠിക്കാനുള്ളത് അല്ലെ? സോ നോക്ക്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയാം? ഗ്രാഫ് തിയറിയുടെ നമ്മൾ ഓരോ മൊഡ്യൂൾസും വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഗ്രാഫ് തിയറി എന്താണ് ഗ്രാഫ് തിയറി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അല്ലെ? ഗ്രാഫ് തിയറി എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. പണ്ട് ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ, പ്ലസ് 1 പ്ലസ് 2 ഒക്കെ. പക്ഷെ ഗ്രാഫ് തിയറി എന്നുള്ള ഒരു സംഭവം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലെ? സോ ആ ആദ്യമായിട്ട് ഗ്രാഫ് തിയറിനെ പറ്റി കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഗ്രാഫ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആണുള്ളത്, അതിന്റെ ബേസിക് ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഈ ഒരു ഗ്രാഫിന്റെ ലോകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മൊഡ്യൂൾ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്സ്, ബേസിക് ഡെഫിനിഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്സ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്, ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി അല്ലെ? അങ്ങനെയുള്ള കുറെ ഗ്രാഫിന്റെ ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഗ്രാഫിന്റെ ലാംഗ്വേജും അതിന്റെ ഭാഷ എന്താണ് എന്നാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഐസൊലേറ്റഡ് വെർട്ടെക്സ്, പെൻഡന്റ് വെർട്ടെക്സ്, നൾ ഗ്രാഫ്, അങ്ങനത്തെ പല ടൈപ്സ് ഓഫ് ഗ്രാഫ്സിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഗ്രാഫിന്റെ
ആ ഒരു ഗ്രാഫ് തിയറിയുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള ഐസോമോർഫിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഐസോമോർഫിസം നമുക്ക് ആ ഒരു സ്ട്രക്ചറലി നമ്മളൊരു ഓരോ സാധനങ്ങളെയും ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറലി നമ്മൾ ഓരോ നെറ്റ്വർക്ക്സിനെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഐസോമോർഫിസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ആ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആണ് എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, പിന്നെ സബ് ഗ്രാഫ്സ് എന്താണെന്ന് നോക്കും. വാക്ക്, പാത്ത് ആൻഡ് സർക്യൂട്ട്. ഒരു ഗ്രാഫിൽ നിന്ന് വാക്കും പാത്തും സർക്യൂട്ടും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കും. കണക്റ്റഡ് ഗ്രാഫ്സ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ്സ് ആൻഡ് കമ്പോണന്റ്. അതുപോലെ ഗ്രാഫുകൾ എങ്ങനെയാണ് കണക്റ്റഡ് ഗ്രാഫ് ആവുന്നത്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവുന്നത്, കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ബേസിക് ആയിട്ട് ഗ്രാഫിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ എന്താണ് ഗ്രാഫ്സിനെ പറ്റി ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി അല്ലെ. സോ ഇനി ആ ഗ്രാഫിൽ കൂടെ നമ്മൾ നടക്കാൻ പോവാ. ഓക്കെ, ഗ്രാഫിനെ പറ്റി ബേസിക്കലി നമ്മൾ അറിഞ്ഞു വെച്ചു. സെക്കൻഡ് മൊഡ്യൂൾ എത്തുമ്പോൾ നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് ഓരോ വെർട്ടെക്സിൽ നിന്നും വേറൊരു വെർട്ടെക്സിലേക്കുള്ള ആ ഒരു പാത്തുകളെ പറ്റി നമ്മൾ പഠിക്കുകയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ. ഓക്കെ, ഓയിലർ ഗ്രാഫ്സ്, ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്സ് അല്ലെ. നമ്മൾ എന്താണ് ഈ ഒരു മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് പഠിക്കും, എങ്ങനെ ഓയിലർ ഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് പഠിക്കുക. പിന്നെ ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്സിനെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, യൂണിയൻ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുക. പിന്നെ ഹാമിൽട്ടോണിയൻ പാത്തും സർക്യൂട്ടും. ഓക്കെ, നമ്മൾ ഈ ഗ്രാഫിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് നമുക്ക് ഹാമിൽട്ടോണിയൻ പാത്ത് കിട്ടുക, ഓയിലേറിയൻ പാത്ത് എപ്പോഴാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്ന വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം നമ്മൾ പഠിക്കും. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലെ ഈ ഹാമിൽട്ടോണിയൻ പാത്ത് ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ അത് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫും ടൈപ്സ് ഓഫ് ഡയറക്റ്റഡ് ഗ്രാഫും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡ് മൊഡ്യൂളിൽ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഗ്രാഫിന്റെ ബേസിക്സ് ഉണ്ടാക്കിയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ എത്തുമ്പോൾ നമ്മൾ ആ ബേസിക്സ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഗ്രാഫിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് തേർഡ് മൊഡ്യൂളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കണ്ട് കുറെ പരിചയമുള്ള ഒരു സാധനമാണ്. ഓക്കെ, ട്രീസ്, ബൈനറി ട്രീസ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓരോ റിലേഷൻഷിപ്പ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ട്രീസ് ആയിട്ട് നിങ്ങൾ വരയ്ക്കുന്നുണ്ടാവും അല്ലെ. ഒരു നോഡിൽ നിന്ന് വേറെ 2 നോഡ് ഉണ്ടായി, പിന്നെ അവിടെ നിന്ന് വേറെ 2 നോഡ് ഉണ്ടായി, ഇങ്ങനെ ഉണ്ടാക്കുന്ന ട്രീസ് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും അല്ലെ. സോ ആ ട്രീസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഒരു ഗ്രാഫ് എപ്പോഴാണ് ട്രീ ആയിട്ട് മാറുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, ഡിസ്റ്റൻസസ് ആൻഡ് സെന്റർ. ഒരു ട്രീയുടെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും, അതിന്റെ സെന്റർ ഓഫ് എ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ പിന്നെ നോക്കും. പിന്നെ റൂട്ടഡ് ആൻഡ് ബൈനറി ട്രീസ്, കൗണ്ടിങ് ട്രീസ്, സ്പാനിങ് ട്രീസ്, കുറെ ടൈപ്പ് ഓഫ് ട്രീസും നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, റൂട്ടഡ് ആൻഡ് ബൈനറി ട്രീസ്, കൗണ്ടിങ് ട്രീസ്, സ്പാനിങ് ട്രീസ് ഒക്കെ എന്നൊക്കെ പറയുന്ന കുറെ ടൈപ്പ് ഓഫ് ട്രീസ് നമ്മൾ പഠിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നോക്കുകയാണെങ്കിൽ, ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന ആ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ് ഇല്ലേ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുന്ന, നമുക്ക് കോസ്റ്റ് കുറഞ്ഞ് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നമുക്ക് അത് കാണിച്ചു തരും. സോ അത് കാണിച്ചു തരുന്നത് ഗൂഗിൾ മാപ്പ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആൽഗോരിതംസ് വെച്ചിട്ടാണ്. മെയിൻ ആയിട്ട് ഡിക്സ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് ആൽഗോരിതം ആണ് മെയിൻ ആയിട്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, വേറെ ആൽഗോരിതംസ് ഉണ്ട്. പ്രിൻസ് ആൽഗോരിതം, ക്രുസ്കൽസ് ആൽഗോരിതം, ഡിക്സ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് ആൽഗോരിതം, അതുപോലെ ഫ്ലോയിഡ് വാർഷൽ ഷോർട്ടസ്റ്റ് പാത്ത് ആൽഗോരിതം. ഈ ആൽഗോരിതംസ് ഒക്കെയാണ് അവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളുമായിട്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഫ്രണ്ട് ഏതാണ്, അയാൾ കാണുന്ന റീൽസ് ഏതൊക്കെയാണ്, അതിനനുസരിച്ച് നമുക്ക് സജഷൻസ് ഒക്കെ വരുന്നത് എന്ത് വെച്ചിട്ടാണ്, ഈ ഒരു ഗ്രാഫ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു ആൽഗോരിതംസ് ആണ് അവിടെ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ മാപ്പുകളും ഈ സെർച്ച് എഞ്ചിനും ഒക്കെ നമ്മളിപ്പോ ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് അടുത്തത് നമുക്ക് എന്ത് വരണം, എന്തൊക്കെയാണ് നമുക്ക് സജഷൻസ് ആയിട്ട് വരേണ്ടത് എന്നുള്ളതൊക്കെ എന്താണ് ഈ ഓരോ ആൽഗോരിതംസും വെച്ചിട്ടാണ് സിസ്റ്റം ഡിസൈഡ് ചെയ്യുക.
സോ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഗ്രാഫ് തിയറിയും അതിന്റെ ആൽഗോരിതംസും ആണ്. സോ ആ ആൽഗോരിതംസിനെ പറ്റിയാണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ആൽഗോരിതംസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ മൊഡ്യൂളിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് കട്ട് സെറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, കണക്ടിവിറ്റി, എഡ്ജ് കണക്ടിവിറ്റി ആൻഡ് വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് കണക്ടിവിറ്റിനെ ഒക്കെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുക മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ഗ്രാഫ്സ്, അഡ്ജസൻസി മെട്രിക്സ്, ഇൻസിഡന്റ് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ്, പാത്ത് മെട്രിക്സ്. സോ ഒരു ഗ്രാഫിനെ നമുക്ക് എങ്ങനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് പിന്നെ 4ാമത്തെ മൊഡ്യൂളിൽ ഫൈനലി നമ്മൾ പഠിക്കുക. ഓക്കെ, സോ ഈ 4ാമത്തെ മൊഡ്യൂളിലേക്ക് എത്തുമ്പോഴേക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ മെട്രിക്സ് റെപ്രസെന്റേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മെട്രിക്സ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഭയങ്കര വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെയും ഗൂഗിൾ മാപ്സിനെയും സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിനെയും ഒക്കെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ മാപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു റൂട്ട്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗ്രാഫിനേക്കാളും നമുക്ക് ആ ഗ്രാഫിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ. നിങ്ങൾക്ക് അറിയാം ഡാറ്റ നമ്മൾ എപ്പോഴും മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് ചെയ്യുക അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സെമ്മില് എന്ത് പഠിച്ചത്, ലീനിയർ ആൾജിബ്ര പഠിച്ചത് അല്ലെ. സോ നമ്മൾ ഇവിടെ എന്താണ് ഗ്രാഫിന്ന് തുടങ്ങി ലീനിയർ ആൾജിബ്രയിൽ എത്തും. ഓക്കെ, 4th മൊഡ്യൂൾ ആവുമ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മനസ്സിലാവുന്ന ഭാഷയായിട്ടുള്ള മെട്രിക്സ് റെപ്രസെന്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ്സിനെ ചേഞ്ച് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ എന്താണ്, അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഗ്രാഫ് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലോജിക്കലി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ഈ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഒക്കെ, ഗ്രാഫിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ റിയൽ വേൾഡ് പ്രോബ്ലംസിനെ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഗ്രാഫ്സിനെ യൂസ് ചെയ്യാൻ കാരണം ഈ മെട്രിക്സ് റെപ്രസെന്റേഷനിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ എന്ത് ഈ 4th മൊഡ്യൂളിലുള്ളത്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ ഗ്രാഫിനെ സ്റ്റോർ ചെയ്ത് പ്രോസസ് ചെയ്യുന്നത്, അതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 4th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് തിയറി എന്ന് പറയുന്ന പേപ്പറിൽ, ഈ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസിന്റെ മാത്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇത് വെറും ഒരു മാത്സ് പേപ്പർ അല്ല അല്ലെ, വെറും ഒരു മാത്സ് പേപ്പർ അല്ല, നിങ്ങളുടെ ഇന്നത്തെ എമേർജിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിന്റെ എമേർജിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിന്റെ ഒക്കെ ബേസ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ ഒരു ഗ്രാഫ് തിയറി. ഓക്കെ, ശരിക്കും ഗ്രാഫ് തിയറി പണ്ട് 1974 തോന്നുന്നു, 1974 അല്ല, 1974 ഈ ബുക്ക്. ഐ തിങ്ക് 1700 ആ ടൈമിൽ എപ്പോഴും ആണ് നമ്മുടെ ഗ്രാഫ് തിയറി വരുന്നത്, ഓയിലർ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ആ സമയത്ത് അദ്ദേഹം ഇൻവെന്റ് ചെയ്ത ഒരു സംഭവമാണ് ഗ്രാഫ് തിയറി. പക്ഷെ അന്നത്തെ അത്രയും പഴയ ആ ഒരു ടെക്നോളജി ഇപ്പത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഗൂഗിൾ മാപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രയും പഴയ ടെക്നോളജിന്റെ ഇന്നത്തെ കാലത്തെ യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് എന്ത് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ ഒരു ഗ്രാഫ് തിയറിയുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നതെന്ന്. സോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ഇൻഡസ്ട്രീസിൽ എവിടെയൊക്കെയാണ്, നെറ്റ്വർക്ക് ഡിസൈൻ അല്ലെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ മെയിൻ ആയിട്ട് ഗ്രാഫ് തിയറിയാണ് വരുന്നത്. ഡിസൈനിങ് ഇന്റർനെറ്റ്, LAN, WAN ആൻഡ് ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക്സ്. സോ ഓരോ ഡാറ്റാ സെന്ററിന്റെയും LAN, WAN ഇതിന്റെ ഇന്റർനെറ്റിന്റെ ഒക്കെ നെറ്റ്വർക്ക്സിനെ ഡിസൈൻ ചെയ്യുന്നത് ഈ ഗ്രാഫ് തിയറി വെച്ചിട്ടാണ്. സോ നമുക്ക് ആ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് കറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രാഫ് തിയറി നമുക്ക് അതിനെ എന്ത് ചെയ്യും, വിഷ്വലൈസ് ചെയ്ത് തരും. ഓക്കെ, ഇനി റൂട്ടിംഗ് ആൽഗോരിതംസ്, ഷോർട്ടസ്റ്റ് പാത്ത് ആൽഗോരിതംസ് ഫോർ ഡാറ്റ റൂട്ടിംഗ്, GPS നാവിഗേഷൻ. സോ ഡാറ്റ റൂട്ടിങ്ങിനും GPS നാവിഗേഷനും ഒക്കെ ഉള്ള ഷോർട്ടസ്റ്റ് ആൽഗോരിതംസ് ഒക്കെ എന്താണ് ഗ്രാഫ് തിയറി വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സെർച്ച് എൻജിൻസ്, റാങ്കിങ് വെബ് പേജസ് അല്ലെ, സെർച്ച് എൻജിൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, നമ്മളിപ്പോ ഒരു വെബ് പേജിൽ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വെബ് പേജിൽ എത്തുന്നത്, അത് അവിടെയൊക്കെ ആ ഗ്രാഫാണ്. നമ്മൾ
ക്ലിക്ക് ചെയ്യുന്ന ഒരു ലിങ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു വെർട്ടെക്സ് ആവും. എന്നിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന അടുത്ത ഒരു ലിങ്കിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താവും, അവിടെ ആ ഒരു വെർട്ടെക്സും ആ ഒരു വെർട്ടെക്സും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ആ ഓരോ സെർച്ചും അവിടെ ഒരു ഗ്രാഫ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്താണ്, ഈ സെർച്ച് എൻജിൻസിലും ഗ്രാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഡാറ്റ മൈനിങ് ഇൻ ഡിറ്റക്ടിങ് പാറ്റേൺസ്, ഫ്രോഡ് ഡിറ്റക്ഷൻ, റെക്കമെൻഡേഷൻ സിസ്റ്റംസ് അല്ലെ. റെക്കമെൻഡേഷൻ സിസ്റ്റംസിലൊക്കെ മെയിൻ ആയിട്ട് ഗ്രാഫ്സ് ആണ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ റെക്കമെൻഡേഷൻ വരുന്നതൊക്കെ എന്താണ്, നമ്മുടെ ആ ഒരു റിലേഷൻ, നമ്മുടെ ആ ഒരു സെർച്ച് ഹിസ്റ്ററിന്റെ ഗ്രാഫ് നോക്കിയിട്ടാണ്. ഓക്കെ. പിന്നെ കമ്പൈലർ ഡിസൈനിലെ കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ് ഫോർ ഒപ്റ്റിമൈസേഷൻ ഓഫ് കോഡ് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴൊക്കെ കൺട്രോൾ ഫ്ലോ ഗ്രാഫ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനാണ്, ഇവിടെ ഗ്രാഫ് വെച്ചിട്ടാണ്. ഇനി സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ഡിപെൻഡൻസി ഗ്രാഫ്സ് ഫോർ ടാസ്ക് ഷെഡ്യൂളിംഗ്. സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ ടാസ്ക് ഷെഡ്യൂൾ ചെയ്യാനൊക്കെ നമ്മൾ ഡിപെൻഡൻസി ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ. അപ്പൊ നോക്ക്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. ഒരു PC-യും അതുമായിട്ട് വരുന്ന പല സ്വിച്ച് അല്ലെ, ഇന്റർനെറ്റ് ഇവിടെ ഉണ്ട്. അതിന്ന് മോഡത്തിലേക്ക് പോവും, പിന്നെ റൂട്ടറിലേക്ക് പോവും, അവിടുന്ന് സ്വിച്ചിലേക്ക്, പിന്നെ നേരെ ഡെസ്ക്ടോപ്പിലേക്ക് അല്ലെ. സോ ഇന്റർനെറ്റ് എങ്ങനെയാണ് ഓരോ PC-യിലേക്കും വരുന്നത് അല്ലെങ്കിൽ ഓരോ ഫോണിലേക്കും ഓരോ സിസ്റ്റത്തിലേക്കും വരുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നോക്ക്, ISP റൂട്ടർ നിന്ന് ഫസ്റ്റ് റൂട്ടറിലേക്കും സെക്കൻഡ് റൂട്ടറിലേക്കും പോയി ലാപ്ടോപ്പിലേക്കും ഫോണിലേക്കും ഒക്കെ എത്തുകയാണ് അല്ലെ. സോ ഇത് എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. ഇത്രയും വേർട്ടിസസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഗ്രാഫ് ആവാണ് അല്ലെ. സോ ഇതിലെ ഏതെങ്കിലും ഒരു എഡ്ജ് പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് എന്ത് സംഭവിക്കുക, നമുക്ക് സിഗ്നൽ നഷ്ടപ്പെടുക അല്ലെ. സോ ഇതെല്ലാം ഗ്രാഫ്സ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ആ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് കണക്ഷൻ പോയിട്ടുള്ളതെന്ന്. ഓക്കെ. ഇങ്ങനെയാണ്, ഇത്രയൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി. നിങ്ങൾക്ക് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഗ്രാഫ് തിയറിയുടെ ആപ്ലിക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിലാണ് അല്ലെ. ഏതൊക്കെയാ, റൂട്ട് ഒപ്റ്റിമൈസേഷൻ അല്ലെ, ഷോർട്ടസ്റ്റ് പാത്ത് ഫോർ ട്രക്സ്, ഡെലിവറി വാൻസ്, എയർലൈൻസ് അല്ലെ. നമ്മളിപ്പോ എയർലൈൻസ് ഒക്കെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. നമ്മൾ ഇപ്പൊ ആകാശത്ത് കൂടെ വിമാനം പോകുന്ന സമയത്ത് അവിടെ നമുക്ക് പാത്ത് ഒന്നും ഐഡന്റിഫൈ ചെയ്യാനില്ല. പക്ഷെ അവിടെ അവർ കറക്റ്റ് ആ പാത്ത് ഗ്രാഫ്സ് വെച്ചിട്ട് അവർ ആ പാത്ത് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ ഏതൊക്കെ പ്രഷർ സോൺസിലൂടെ പോയാലാണ് വിൻഡിന്റെ സ്പീഡ് കുറവുണ്ടാവുക എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരവിടെ ഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ അങ്ങനെ ആ ഒരു പാത്തിലൂടെ ആയിരിക്കും അവർ പോവുക. സോ അങ്ങനെ എയർലൈൻസിന്റെ ഒക്കെ പാത്ത് ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് പറ്റും, ഗ്രാഫ് തിയറിയാണ് വരുന്നത്. ഓക്കെ. പിന്നെ ട്രാഫിക് മാനേജ്മെന്റിൽ മോഡലിംഗ് റോഡ്സ്, പ്രഡിക്റ്റിംഗ് കൺജഷൻ, പ്ലാനിങ് ഡൈവേർഷൻസ് അല്ലെ. ട്രാഫിക് മാനേജ്മെന്റിലൊക്കെ റോഡ്സിനെയൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് എവിടെയൊക്കെ എപ്പോഴൊക്കെ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, ആ ഒരു റൂട്ടിന്റെ മാപ്പ് ഗ്രാഫ് വരച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്സ് നോക്കുകയാണെങ്കിൽ ഒപ്റ്റിമൈസിങ് സപ്ലയർ വെയർഹൗസ് റീറ്റെയിലർ നെറ്റ്വർക്ക്സ് അല്ലെ. ഇപ്പൊ സപ്ലയറും വെയർഹൗസും റീറ്റെയിലറും തമ്മിലുള്ള ആ ഒരു നെറ്റ്വർക്കിന്റെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. വെഹിക്കിൾ റൂട്ടിംഗ് പ്രോബ്ലംസ്, മിനിമൈസിങ് കോസ്റ്റ് ഓർ ടൈം ഓഫ് ഡെലിവറീസ്. ഇപ്പൊ നമ്മൾ ആമസോണിലോ അല്ലെങ്കിൽ എങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പൊ സ്വിഗ്ഗി ഒക്കെ നോക്കുകയാണെങ്കിൽ, സ്വിഗ്ഗി നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ സ്വിഗ്ഗിയിലെ ആ മാപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് അവർ ഐഡന്റിഫൈ ചെയ്യും. കാരണം ടൈം ഓഫ് ഡെലിവറി ഏറ്റവും കുറവല്ലേ വരണേ. നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തേണ്ട ടൈം ഭയങ്കര കുറവായിട്ട് വരണം അല്ലെ. സോ അതിനനുസരിച്ച് അവര് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ആ ഗ്രാഫ്സ് അനലൈസ് ചെയ്ത് ഷോർട്ടസ്റ്റ് പാത്ത് അതിനനുസരിച്ചാണ് അവർ ആ സിസ്റ്റം, ആ വെബ്സൈറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടെയൊക്കെ ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫ് തിയറി ആണ് അല്ലെ. പിന്നെ ഫെസിലിറ്റി ലൊക്കേഷൻ, ബെസ്റ്റ് പ്ലേസസ് ടു സെറ്റപ്പ് വെയർ ഹൗസസ്, സർവീസ് സെന്റേഴ്സ്. വെയർ ഹൗസസും സർവീസ് സെന്റേഴ്സും ഒക്കെ എന്താണ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലേസ് ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ്സ് വെച്ച് അനലൈസ് ചെയ്യുക തന്നെ വേണം അല്ലെ. പിന്നെയോ നെറ്റ്വർക്ക് റിലയബിലിറ്റി, എൻഷുറിംഗ് ദ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് stays functional even if some routes
ഫെയിൽ അല്ലെ. നമ്മളിപ്പോ ഒരു ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിൽ ഏതെങ്കിലും റൂട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ പോലും ആ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് കറക്റ്റ് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് നമുക്ക് ആ ഗ്രാഫ് അനലൈസ് ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ നോക്കിക്കേ, ഇത് റെയിൽ നെറ്റ്വർക്ക് ആണ്, ഇത് റെയിൽ നെറ്റ്വർക്കിന്റെ ഗ്രാഫാണ്, ഇത് റോഡ് നെറ്റ്വർക്കിന്റെ ഗ്രാഫാണ്. ഓരോ റീജിയനെയും ഇപ്പോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓരോ റെയിൽവേ പോയിന്റിനെയും എന്താണ്, ഓരോ റെയിൽവേ പോയിന്റിനെയും കണക്ട് ചെയ്തിട്ട് ലിങ്ക്സ് ഉണ്ട് അല്ലെ. സോ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് റെയിൽവേ സ്റ്റേഷൻസ് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ട്രെയിൻസ് വരാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ ഈ ഗ്രാഫ് നോക്കി ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ ഇത് റോഡ് നെറ്റ്വർക്കിന്റെ ഗ്രാഫാണ് അല്ലെ. സോ എവിടെയൊക്കെയാണ് റോഡ്സ് ഉള്ളത്, എവിടെയൊക്കെയാണ് റോഡും റെയിലും തമ്മിൽ ലിങ്ക് വരുന്നത് എന്നൊക്കെ റോഡ് നെറ്റ്വർക്കിന്റെ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. പിന്നെ ഇതും ഒരു റെയിൽ നെറ്റ്വർക്കിന്റെ ഗ്രാഫാ. കറക്റ്റ് നമുക്ക് ആ ഒരു എവിടെയൊക്കെയാണ് പാരലൽ ആയിട്ട് ട്രെയിൻസ് പോകുന്നത്, എവിടെയൊക്കെയാണ് കൂട്ടിമുട്ടാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. സോഷ്യൽ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇന്ററാക്ഷൻ നെറ്റ്വർക്ക്സ്. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ലിങ്ക്ഡിനിലും ഒക്കെ നമ്മളിപ്പോ ഒരാളെ നമ്മൾ ഫോളോ ചെയ്യാം. അപ്പൊ അവിടെ എന്തുണ്ടായി, നമ്മളൊരു വേർട്ടെക്സും നമ്മൾ ഫോളോ ചെയ്യുന്ന അയാൾ വേറൊരു വേർട്ടെക്സും, അപ്പൊ നമ്മളും അയാളും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ അവിടുന്ന് അങ്ങോട്ടുള്ള എഡ്ജ്, അങ്ങനെ അങ്ങനെ ആ എഡ്ജസ് കണക്ട് ചെയ്ത് നമ്മൾ ഒരു ഓരോ ഗ്രാഫിലെയും കണ്ണികളാണ് നമ്മളൊക്കെ. ഓക്കെ, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മളൊക്കെ ഈ ഓരോ പല ഗ്രാഫ്സിലെയും വേർട്ടെക്സുകളാണ്. ഓക്കെ, സോ നമ്മളും പറയാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോ ഒരു ബസ്സിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആള്, നിങ്ങൾക്ക് അറിയാത്ത ഏതോ അടുത്തിരിക്കുന്ന ആള്, അയാൾ ചിലപ്പോ ഏതോ വഴി ഏതോ ഗ്രാഫിലൂടെ കണക്ട് ചെയ്ത് വന്നിട്ട് നമ്മളും അപ്പുറത്തിരിക്കുന്ന ആളും തമ്മിൽ ഒരു എഡ്ജ് ഏതോ ഒരു വേർട്ടിസസ് വഴി നമ്മളും അയാളും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ എന്താണ് ഫേസ്ബുക്ക് ആൻഡ് നെറ്റ്വർക്ക് ഇന്ററാക്ഷൻ നെറ്റ്വർക്ക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് നമ്മുടെ നെറ്റ്വർക്കിൽ എത്ര ആൾക്കാരുണ്ട്, നമുക്ക് ഏതൊക്കെയാണ് സജഷൻസ് വരേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റി ഡിറ്റക്ഷൻ, ഫൈൻഡിങ് ഗ്രൂപ്പ്സ് വിത്ത് സിമിലർ ഇൻട്രസ്റ്റ്. സോ നമ്മൾ നോക്കുന്ന വീഡിയോസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നമ്മുടെ അതേ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെ. അങ്ങനെയല്ലേ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളിപ്പോ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് തന്നെ കണ്ടുകൊണ്ടിരുന്ന പിന്നെ അങ്ങോട്ട് നമുക്ക് അത് തന്നെ ആയിരിക്കും, ആ ടൈപ്പ് വീഡിയോസ് തന്നെ ആയിരിക്കും സജഷൻ വരിക. അതെന്തുകൊണ്ടാണ്, നമ്മുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതേ ടൈപ്പ് വീഡിയോസ് ആണ് കാണുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് സജഷൻസ് ആയിട്ട് ആ വീഡിയോസ് വരുന്നത്. ഓക്കെ, സോ അതൊക്കെ ഗ്രാഫ്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻഫ്ലുവൻസ് മെഷർമെന്റ്സ്, ഐഡന്റിഫൈങ് ഇൻഫ്ലുവൻസേഴ്സ് യൂസിങ് സെൻട്രാലിറ്റി മെഷേഴ്സ്. ഓക്കെ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ആൾ ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് അയാളുടെ അടുത്തേക്കുള്ള കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഫർമേഷൻ ഫ്ലോ അനാലിസിസ്, ഹൗ വൈറൽ കണ്ടന്റ് സ്പ്രെഡ്സ്. സോ ഒരു വൈറൽ ആയിട്ടുള്ള കണ്ടന്റ് എത്ര പെട്ടെന്നാണ് സ്പ്രെഡ് ആവുന്നത്, ഏത് ടൈമിലാണ് ഒരു കണ്ടന്റ് സ്പ്രെഡ് ആയത് എന്നുള്ള കാര്യമൊക്കെ ആ കണ്ടന്റ് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ലിങ്ക് പ്രഡിക്ഷൻ, സജസ്റ്റിംഗ് ഫ്രണ്ട്സ് ഓർ ഫോളോവേഴ്സ് അല്ലെ. നമ്മളിപ്പോ എന്താണ്, നമുക്ക് ഫോളോവേഴ്സും ഫ്രണ്ട്സും ഒക്കെ സജഷൻസ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. സോ അതൊക്കെ എന്താണ്, ഗ്രാഫ്സ് ആണ് അല്ലെ. ഇവിടെ നോക്ക്, ഇത് ഒരാള് അല്ലെ, അയാളുമായിട്ട് വേറൊരാള്, അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരും തമ്മിലും, നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും തമ്മിലും എന്താണ്, ഒരു ഗ്രാഫിലെ കണക്റ്റഡ് വേർട്ടിസസ് ആണ്. ഓക്കെ, ഇനി ബയോളജി ആൻഡ് മെഡിസിൻ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഗ്രാഫ് തിയറി വരുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം, ബയോളജി ഈ DNA-ലൊക്കെ എന്തുണ്ട്, പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. പ്രോട്ടീൻ ഇന്ററാക്ഷൻ നെറ്റ്വർക്ക്സ് ഉണ്ടാവും ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഡിസീസസ് ആൻഡ് ഡ്രഗ് ടാർഗറ്റ്സ്. ഓക്കെ, സോ ഈ പ്രോട്ടീൻസും തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസീസ് ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഏതൊക്കെ ഡിസീസസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ജീൻ റെഗുലേറ്ററി നെറ്റ്വർക്ക്സ്, സ്റ്റഡിയിങ് ജീൻ ഇന്ററാക്ഷൻ, എങ്ങനെയൊക്കെയാണ് ജീൻ ഇന്ററാക്ഷൻസ് സംഭവിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ജീൻ ആക്ടിവിറ്റി ആണ് വരുന്നത്, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ക്യാൻസർ വരാൻ ടൈപ്പ് ഉള്ള സെൽസ് എങ്ങനെയൊക്കെയാണ് ഇന്ററാക്ഷൻസ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇക്കോളജിക്കൽ നെറ്റ്വർക്ക്സ്, മോഡലിംഗ് ഫുഡ് ചെയിൻസ് ആൻഡ് സ്പീഷീസ് ഇന്ററാക്ഷൻസ് അല്ലെ. ഇപ്പൊ നിങ്ങൾ പണ്ടൊക്കെ ഫുഡ് ചെയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ കുട്ടികളാവുമ്പോഴൊക്കെ അല്ലെ. സോ അതൊക്കെ ശരിക്കും ഗ്രാഫ്സ് ആണ്, നമ്മൾ അതിലെ ഓരോ കണ്ണികളും അതിലെ ഓരോ വേർട്ടെക്സുകളാണ്. ഓക്കെ, പിന്നെ ഫൈലോജനറ്റിക് ടെസ്റ്റ്, സ്റ്റഡിയിങ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്,
നമ്മൾ ഈ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതും ഗ്രാഫ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഡിസീസ് സ്പ്രെഡ് മോഡലിംഗ് പ്രഡിക്റ്റിംഗ് എപ്പിഡമിക് ഓർ പാൻഡമിക് സ്പ്രെഡ്. സോ ഡിസീസ് സ്പ്രെഡ് മോഡലിംഗ് ഒക്കെ എന്താണ്, ഗ്രാഫ് തിയറി വെച്ചിട്ടാണ് അത് ആ മോഡൽ വരുന്നത് അല്ലെ. ഇപ്പോ കൊറോണ സ്പ്രെഡ് ആയ സമയത്തൊക്കെ നമ്മൾ കുറേ ഗ്രാഫ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതെന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് എത്രത്തോളം സ്പ്രെഡ് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു എഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് എവിടെയൊക്കെ ഇനി സ്പ്രെഡ് വരാൻ ചാൻസ് ഉണ്ട്, എവിടെയൊക്കെ സ്പ്രെഡ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ ഐഡന്റിഫൈ ചെയ്യാം. മെഡിക്കൽ ഇമേജിംഗ് ഡിറ്റക്ടിങ് ട്യൂമേഴ്സ് സെഗ്മെന്റിംഗ് റീജിയൻസ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ട്യൂമേഴ്സും റീജിയൻസ് ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് അത് വെച്ചിട്ട് ഗ്രാഫ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ മോളിക്യൂൾസിന്റെ ഒരു 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗ്രാഫ്സ് വെച്ചിട്ട് 2D നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ബയോളജിയിലും എന്താണ് ഗ്രാഫ്സ് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെയോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി അല്ലെ. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക്സ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലാണ് അല്ലെ. നമ്മൾ ഒരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെ, എത്രയോ ഇപ്പൊ ഫുൾ എല്ലാ ആളുകളുടെ അടുത്തും മൊബൈൽ ഫോണും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. സോ അവിടെയൊക്കെ ഗ്രാഫ്സ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, അവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെറ്റ്വർക്ക് ടോപ്പോളജി ഡിസൈൻ സ്റ്റാർ റിംഗ് മെഷ് ട്രീ ടോപ്പോളജീസ്. സോ ഈ നെറ്റ്വർക്ക് ടോപ്പോളജിനെ ഒക്കെ ഡിസൈൻ ചെയ്യാൻ അവിടെ ഗ്രാഫ് തിയറി വരണം. പിന്നെയോ കണക്ടിവിറ്റി അനാലിസിസ് എൻഷുറിംഗ് ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് റിലയബിളി. സോ ഓരോ ഡിവൈസസും റിലയബിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ പറ്റണം. പിന്നെയോ റൂട്ടിംഗ് ആൻഡ് പാത്ത് ഫൈൻഡിങ് ഫാസ്റ്റസ്റ്റ് റൂട്ട് ഫോർ ഡാറ്റ പാക്കറ്റ്സ്. സോ ഈ ഡാറ്റ പാക്കറ്റ്സ് നമ്മൾ ഇവിടുന്ന് ഒരാൾക്ക് കോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ ആൾ കോൾ എടുക്കണം അല്ലെ. സോ ആ ഫാസ്റ്റസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം, ഗ്രാഫ് തിയറിയിൽ അൽഗോരിതംസ് വേണം. നെറ്റ്വർക്ക് ഫ്ലോ ഡിറ്റർമൈനിങ് മാക്സിമം ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ സെർവേഴ്സ്. സോ ഈ ഡാറ്റ സെർവേഴ്സിന്റെ ഒക്കെ മാക്സിമം ഫ്ലോ വരുന്ന ടൈപ്പ് എന്താണ്, ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് വെച്ചിട്ടാണ്, നമ്മുടെ ഗ്രാഫ് തിയറി ആണ് അവിടെയൊക്കെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇതൊരു എന്താണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇതില് ഇവിടെ നോക്ക്, ഇവിടെ ഓരോ ടൈപ്പ് ഓഫ് പി സികളും ഉണ്ട് അല്ലെ. ഇത് ആപ്പിളിന്റെ മാക് ആണ്, ഇത് ആർച്ച് സ്റ്റൈൽ പി സി, അങ്ങനെ ഇങ്ങനെ കുറെ ടൈപ്പ് ഓഫ് പി സികൾ ഉണ്ട്. സോ ഇതിൽ ഓരോന്നും എങ്ങനെയൊക്കെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് ഇതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷനും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഐഡന്റിഫൈ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു പി സി കട്ടായി പോയാൽ അതിന്റെ നെറ്റ്വർക്ക് ഡൗൺ ആയി അല്ലെ. അങ്ങനെ എന്താണ്, നമുക്ക് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് തിയറി വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് നിങ്ങൾക്ക് എന്തുള്ളത്, ഈ S4 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, S3 വരെ നിങ്ങൾ പഠിച്ച ടോപ്പിക്സിനെ പോലെ ഒന്നും കോംപ്ലിക്കേറ്റഡ് അല്ല, കൺഫ്യൂഷൻ ഒന്നും വരാനുള്ള ഒരു സംഭവവും നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ ഇല്ല. ഓക്കെ, സോ എന്താണ്, നമ്മുടെ കൂടെ ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ യൂസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് മെല്ലെ ഈ ഗ്രാഫ് തിയറിയുടെ ജേർണിയിലേക്ക് നമുക്ക് ബേസിക്കിൽ നിന്ന് നമുക്ക് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഹയർ ലെവലിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്താം. ഓക്കെ, സോ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഭയങ്കര നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയായിരിക്കും. നമ്മുടെ ക്ലാസ്സും നോട്ടുകളും ഒക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അല്ലെ. സോ എവിടെയൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ഇതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഗ്രാഫ് ശരിക്കും കുറേ ടോപ്പിക്സ് ഉണ്ട്. സോ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ. സോ നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ കൂടെ എന്ത് ചെയ്യുക, ഗ്രാഫ് തിയറിന്റെ ക്ലാസ് കാണുക. അപ്പൊ നമുക്ക് ഓരോ ഗ്രാഫിന്റെ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെയാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലാസ് കണ്ട് പഠിക്കുക. നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, കൺഫ്യൂഷൻസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. സോ കൺഫ്യൂഷൻസ് വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം, ഓരോ പാർട്ടിലെയും വീഡിയോസ് കണ്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.